കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന CPIM നേതാവ് AK ബാലൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസ് ഛിന്നഭിന്നമാകുമെന്നും കുളം കലക്കി മീൻ പിടിക്കാനാണ് KC വേണുഗോപാലിന്റെ ശ്രമമെന്നും AK ബാലൻ പറഞ്ഞു. VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും തമ്മിലടിപ്പിച്ച് മത്സരിക്കാതെ തന്നെ മുഖ്യമന്ത്രിയാവാനാണ് KC വേണുഗോപാലിന്റെ ശ്രമമെന്ന് AK ബാലൻ പറഞ്ഞു. KC വേണുഗോപാൽ കോൺഗ്രസിനെ നശിപ്പിക്കുമെന്നും മുതിർന്ന CPIM നേതാവ് AK ബാലൻ കൂട്ടിച്ചേർത്തു. വയനാട്ടിൽ ചേർന്ന അവരുടെ നേതൃത്വ യോഗത്തിൽ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവോ ഞാനില്ല എന്ന് രമേശ് ചെന്നിത്തലയോ പ്രഖ്യാപിക്കട്ടെ. എന്നാൽ കോൺഗ്രസിനെയും അതുപോലെ തന്നെ അണികളെയും അവർക്ക് ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഈ കലക്കി മീൻ പിടിക്കുന്നൊരു ഏർപ്പാടുണ്ട്. അതിലേക്കാണ് ഇപ്പം വേണുഗോപാൽ. ഈ രണ്ടെണ്ണത്തിനെയും തമ്മിലടിപ്പിക്കും. രമേശ് ചെന്നിത്തലയും ഒരു ഭാഗത്ത് നിർത്തും, ചെന്നിത്തലയെ ഒരു ഭാഗത്ത് നിർത്തി അവസാനം സമവാക്യത്തിൽ വേണുഗോപാലാണ് ഏറ്റവും നല്ലത് എന്ന് ഹൈക്കമാൻഡിനെ കൊണ്ട് പറയിപ്പിച്ച് ആ നാടകം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാലാണല്ലോ ഈ പ്രശ്നം ഉണ്ടാവുക. വേണുഗോപാൽ മത്സരിക്കാനൊന്നും പോകുന്നില്ല. വേണുഗോപാൽ മത്സരിക്കാതെ മുഖ്യമന്ത്രിയാകാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് പേരെയും രണ്ട് ചേരിയിലാക്കി നശിപ്പിക്കും ആ കോൺഗ്രസിനെ. അഖിലേന്ത്യാ നേതാവ് വേണുഗോപാൽ അവസാനം ഇതായിരിക്കും കളിക്കുക. ശബരിമല വിഷയം കോൺഗ്രസിന് തിരിച്ചടിയാകും. പോറ്റി ആദ്യം കയറിയത് എവിടെയെന്നും കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും AK ബാലൻ. ശബരിമലയാണല്ലോ വീണ്ടും ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യം പറയേണ്ടത്, ആദ്യം പോറ്റി കയറിയത് എവിടെയാണ് കയറിയത്? സോണിയാഗാന്ധി. അപ്പോൾ പോറ്റിയെ കയറ്റിയത് എന്തിനാണ്? സോണിയാഗാന്ധി ആദ്യം പറയട്ടെ. ആദ്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയെന്നാണ്. പിന്നെ അപകടം മനസ്സിലാക്കി UDFൻ്റെ കൺവീനർ പറഞ്ഞു ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ പോറ്റി വന്നു, എൻ്റെ സമ്മതത്തോടു കൂടിയിട്ടല്ലാന്ന്. അപ്പം അതിൻ്റെ അർത്ഥം പോറ്റിയെ കയറ്റിയത് വ്യക്തമായും സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാര് പറഞ്ഞിട്ടാണ് പോയത്? ആദ്യം അതാണ് വ്യക്തമാക്കേണ്ടത്. കൈരളി ന്യൂസ്, പാലക്കാട്.